പാമ്പ് കടിച്ചാല് ഉപ്പുവെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉപ്പുവെള്ളം കുടിച്ചാൽ മതി എന്നാണ് സുരേഷ് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് സുരേഷ് ആശുപത്രി കിടന്നപ്പോ 160 വയൽ ആന്റിവെനമാണ് എടുത്തത്. അമ്മാവൻ ചൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. വെനമുള്ള അവരെ മുറുക്ക് കോബ്ര ബൈറ്റ് കെട്ടിക്കഴിഞ്ഞാൽ പൊക്കിളും ചുറ്റും നാടൻ ചികിത്സ പ്രത്യേകിച്ച് പറയും, നമുക്ക് ഗുളിക കിട്ടും. പൊക്കിളും ചുറ്റും കഫം കെട്ടുമ്പോൾ ആ കഫം പുറത്തേക്ക് കളയാനായിട്ട് ഉപ്പുവെള്ളം കുടിക്കുന്നത് സേവിച്ചിരുന്നു എന്ന് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. എന്തുകൊണ്ട് സുരേഷ് ഉപ്പുവെള്ളം കുടിച്ചില്ല? എന്തുകൊണ്ട് സുരേഷ് ഒരു മിനിറ്റ്, എനിക്ക് ബോധമില്ല സഹോദര. ഞാൻ ബോധമില്ലാണ് ഇവിടുന്ന് പോകുന്നത്. കാറി കയറിയപ്പോൾ എന്റെ ബോധം പോയി. എന്നെ ബോധം എടുത്തോണ്ട് പോകണത് മനസ്സിലായില്ല. ഞാൻ പറയാം, ഈ ബാബാ സുരേഷ് ആണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആദ്യ കാലങ്ങളിൽ പാമ്പ് പിടിക്കാൻ എന്നിട്ട് ഈ പകുതി പഠിച്ചിട്ട് പോയ ആളാണ് ഇപ്പൊ മൊത്തം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ബാബാ സുരേഷിനെ തെറി പറയുന്നത്. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ബാബാ സുരേഷ് ഒരിക്കലും ഒരു വനവകുപ്പ് ഉദ്യോഗസ്ഥനെ പാമ്പ് പിടിക്കാനായിട്ട് പഠിപ്പിച്ചിട്ടില്ല. ജനസംസാരം അങ്ങനെയാ. അതാരെയാ പഠിപ്പിക്കുന്നത്? നിങ്ങൾ പഠിച്ചത് എവിടെ നിന്നാണ്? നിങ്ങൾക്ക് ആരാ സർട്ടിഫിക്കറ്റ് തന്നത്? അതുകൊണ്ട് പറയൂ. നിങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ആണ് മനുഷ്യ. സർട്ടിഫിക്കറ്റ് അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനയുടെ മുറിച്ച്. നിങ്ങൾക്ക് നിയമപരമായിട്ട് പാമ്പ് പിടിക്കാൻ അവകാശമില്ല. നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. പാമ്പിനെ കൈകാര്യം ചെയ്യാൻ നാട്ടിലെ നിയമം അനുസരിച്ച് നിങ്ങൾ പാലിക്കുന്നുണ്ടോ നിയമം? നിങ്ങൾ പാലിക്കുന്നുണ്ടോ നിയമം? ഞാൻ നിയമം പാലിക്കുന്നുണ്ടോന്നുള്ളതല്ല, ഞാൻ ലൈസൻസ് പിന്നെ ഞാൻ പാലിക്കുന്നു. നിങ്ങൾ എത്ര നോക്കണേ? നമ്മൾ അവരെ രക്ഷിക്കാനാണ്, നമ്മുടെ പാമ്പിനെ രക്ഷിക്കാനാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഒരു രീതി പറയുന്നത്. നമ്മൾ ലൈസൻസിന്റെ കാര്യമല്ല പറയുന്നത്. നമ്മൾ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ അതെ, ആ രീതിയിൽ ചെയ്താൽ പോരെ. റോഷിജിയുടെ ഒരു 50ഓളം വീഡിയോസ് എന്റെ ഉണ്ട്. പുള്ളി ഇങ്ങനെ അണലിയൊക്കെ ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോകുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. വിഷം കുടിക്കുക. നിങ്ങൾ അതുകൊണ്ട് എന്ത് വിദ്യാഭ്യാസമാണ് മെസ്സേജ് എന്താണ്? എന്ത് കുടിക്കാന്ന് കേട്ടില്ല. കൊണ്ട് പൊതുജനത്തിന് കൊടുക്കുന്ന ഒരു ഇതെന്താണ്? അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നത്. ബൈ ചാൻസിൽ ഇപ്പൊ നമ്മള് ഒരു കിണറ്റിൽ പാമ്പ് വീണാൽ കിണറ്റിൽ വെള്ളം ഉപയോഗിക്കാത്ത ആൾക്കാർ ധാരാളമുണ്ട്. കിണറ്റ് മൂടുന്ന സംഭവങ്ങൾ ഒരുപാട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ അഥവാ നമ്മുടെ ശരീരത്തിൽ അതിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. വെള്ളം കുടിച്ച് കാണിച്ചാൽ പോരെ. നീ നിന്റെ പണി നോക്കി പോടച്ചക്ക. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഈ വെനം കൊണ്ട് വെള്ളം കിണറ്റി ഒഴിച്ചിട്ട് കാണിക്കാൻ പറ്റും. വേറൊരു സ്ഥലത്ത് നിന്ന് പിടിക്കുമ്പോ അല്ല വീഡിയോ എടുക്കുമ്പോ കാണിക്കാൻ പറ്റുള്ളൂ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഏറ്റവും കൂടുതൽ കടി മേടിച്ച ആളല്ല ഏറ്റവും നല്ല പാമ്പ് പിടിക്കാരൻ. 25 കൊല്ലമായിട്ട് ഇവിടെ പാമ്പ് പിടിക്കുന്ന ചോദിച്ചേട്ടനുണ്ട്. ഒരു കടി പോലും ഏറ്റിട്ടില്ല. ഇയാൾ വലിയ വർത്താനൊന്നും പറയണ്ട. ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല റെസ്ക്യൂർ ആരാണ് എന്ന് ചോദിച്ചാൽ ജോചേട്ടനാണ്. അപ്പൊ നിങ്ങളിപ്പോ ട്രെയിനിങ് കൊടുത്ത് പാമ്പ് പിടി കേട്ടവരെയൊക്കെ മോശമെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളിപ്പോ കൊടുത്തവർക്ക് 100 പേർക്ക് 5 ദിവസം കടി കിട്ടി. അവരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? അവരെയൊക്കെ നിങ്ങൾ അങ്ങ് അടിച്ചു കേരളത്തിൽ നിന്ന് പോകാൻ പറയോ? കേരളത്തിൽ നിന്ന് പോകാൻ പറയോ? ഇതാ വടി കൊടുത്ത് അടി മേടിക്കാന്ന് പറയണേ. ഇതാ ഉണ്ടായേ. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.